നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ന് വാങ്കഡയിലെ RCBക്കെതിരെ മുംബൈ ഇന്ത്യൻസ് കളിക്കാനിറങ്ങുമ്പോൾ മുംബൈ ഇന്ത്യൻസിൻ്റെ ആരാധകരൊക്കെ വളരെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത് തീർച്ചയായിട്ടും ബൂംറയുടെ മടങ്ങി വരവിലാണ്. ഒപ്പം രോഹിത് ശർമ്മയുടെ ഫോമിലാണ്. രോഹിത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, കൃത്യമായി പറഞ്ഞാൽ 2023 IPL മുതൽ അത്ര മികച്ച ഫോമിലല്ല കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 33 IPL ഇന്നിങ്സുകൾ നോക്കുക. അതിൽ 21ലും അദ്ദേഹം പവർ പ്ലേയിൽ തന്നെ ഡിസ്മിസ്ഡ് ആയിട്ടുണ്ട്. ആവറേജോ 24.95. ഇതിൽ നിന്നൊരു മാറ്റം ആരാധകർ ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ഹിറ്റ്മാൻ നിന്നെങ്കിലും മാത്രമേ മുംബൈക്കൊരു മികച്ച സ്റ്റാർട്ട് ലഭിക്കുകയുള്ളൂ. അദ്ദേഹത്തെക്കാൾ മോശം ഒരു ആവറേജ് ഈ ഒരു കാലഘട്ടത്തിൽ വന്നിട്ടുള്ളത് വൃദ്ധിമാൻ സാഹക്കായിരുന്നു. 20.85. അതായത് ഓപ്പൺ ചെയ്ത് ഇറങ്ങിയിട്ട് ഉണ്ടാവുന്ന കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ രോഹിത് അത്ര മികവിലല്ല 2023 ശേഷം എന്നർത്ഥം. അതിൽ നിന്ന് മാറ്റമുണ്ടാകുമോ? അതോടൊപ്പം തന്നെ മറ്റു ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണക്കുകൾ കൂടി നമ്മൾ നോക്കുകയാണ്. സ്റ്റാറ്റ്സ് ദാറ്റ്സ് മാറ്റർ. ഓരോ കളി വരുമ്പോഴും ഇത്തരത്തിലുള്ള കണക്കുകൾ കൂടി നോക്കുമ്പോഴാണ് അത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് വീക്ഷിക്കാൻ പറ്റുക. ഇപ്പോൾ 2023 സ്റ്റാർട്ട് മുതൽ നോക്കിയാൽ IPL ചേസിൽ സൂര്യകുമാർ യാദവിനേക്കാൾ റൺസ് അടിച്ച മറ്റൊരാളില്ല. 809 റൺസാണ് അദ്ദേഹം IPL ചേസിൽ അടിച്ചിട്ടുള്ളത്. അമംഗ് ദി ബാറ്റേഴ്സ് വിത്ത് അറ്റ്ലീസ്റ്റ് 10 ഇന്നിങ്സ് ഇൻ ചേസ്. 10 ഇന്നിങ്സുകളെങ്കിലും കളിച്ചിട്ടുള്ളവരുടെ കണക്ക് നോക്കുമ്പോഴാണ്. നിക്കോളാസ് പൂറനും അഭിഷേക് ശർമ്മയുമാണ് അദ്ദേഹത്തേക്കാൾ ബെറ്റർ സ്ട്രൈക്ക് റേറ്റ് ഉള്ളവരായിട്ടുള്ളത്. 184.28 സൂര്യകുമാർ യാദവിൻ്റെ സ്ട്രൈക്ക് റേറ്റ് ആ ഘട്ടത്തിൽ എന്നുള്ളത് കൂടി നോക്കണം. ദെൻ ടിം ഡേവിഡിൻ്റെ കാര്യം കൂടി നോക്കണം. 31 സിക്സറുകളാണ് അദ്ദേഹം ഡെത്ത് ഓവറുകളിൽ 17 മുതൽ 20 വരെയുള്ള ഓവറുകളിൽ കഴിഞ്ഞ 3 IPL സീസണുകളിലായിട്ട് നേടിയിട്ടുള്ളത്. MSD 27, റിങ്കു സിംഗ് 26, രണ്ടുപേരെയും അദ്ദേഹം ഇപ്പോൾ മറികടന്നിട്ടുണ്ട്. മുംബൈയുടെ ഭാഗമായിരുന്ന താരം ഇപ്പോൾ RCBയുടെ കരുത്തായി മാറിയിട്ടുണ്ട്. RCBക്ക് ടിം ഡേവിഡിൻ്റെ സിക്സറുകൾ മുംബൈക്ക് മേലെ ആധിപത്യം പുലർത്താനുള്ള ബലം നൽകുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയണത്. അതോടൊപ്പം തന്നെ RCBയുടെ ഭുവനേശ്വർ കുമാർ, അദ്ദേഹത്തിന് ഒരു വിക്കറ്റ് കൂടി ലഭിച്ചാൽ തേർഡ് ഹയസ്റ്റ് വിക്കറ്റ് ടേക്കർ ഇൻ IPL ഹിസ്റ്ററി എന്ന രൂപത്തിലേക്ക് മാറും. കറൻലി അദ്ദേഹം അശ്വിനൊപ്പവും ഡോയിൻ ബ്രാവോക്കൊപ്പവുമാണ് നിൽക്കുന്നത്. 183 വിക്കറ്റുകൾ. പീയൂഷ് ചാവള 192 വിക്കറ്റുകളുമായിട്ട് രണ്ടാമതും 206 വിക്കറ്റുമായിട്ട് യശ്വന്ത് ചാഹൽ ഒന്നാമതുമാണ്. ഏതായാലും മൂന്നാമതേക്ക് ഇന്ന് പൂർണ്ണമായിട്ടും അദ്ദേഹം അങ്ങ് കാലെടുത്ത് വെക്കും എന്ന് കരുതാവുന്നതാണ്. അത്രയും മികവ് അദ്ദേഹം ഇപ്പോൾ ബൗളിങ്ങിൽ കാണിക്കുന്നുണ്ട്. അത് തുടരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.